ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. കേട്ടു, ഞാനൊരു കാര്യം പെട്ടെന്ന് അറിഞ്ഞടാ. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു വർഷം ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അവരുടെ മുഖം കാണാൻ ഒരേപോലെ ഉണ്ടാവണം അത്രേ, ആണോ? ഹസ്ബൻഡ് വൈഫിന്റെ മാത്രമല്ല ബട്ടു, ഫ്രണ്ട്സിന്റെ ഫേസും ഒരേപോലെ ആയി പോകും. നമ്മള് ഇത്രയും വർഷമായിട്ട് ഒരുമിച്ചല്ലേ, അതുകൊണ്ട് ചിലപ്പോ എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ രണ്ടുപേരുടെയും ഫേസ് ഒരുപോലെ ആവാം. നീ എന്തുട്ടായി പറയുന്നേ? നമ്മുടെ രണ്ടുപേരുടെ ഫേസും ഒരേപോലെ ആവുന്നു? അതെങ്ങനെയാണ്? ഇമ്പോസിബിൾ ആണെന്നേ. ഇമ്പോസിബിൾ ഒന്നും അല്ല, പോസിബിൾ തന്നെയാണ്. പെട്ടെന്ന് ഒരു ദിവസം എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോ നിന്റെ ഫേസ് എന്റെ പോലെ ആവും, അല്ലെങ്കിൽ എന്റെ ഫേസ് നിന്റേത് പോലെ ആവും. ഇതെന്തൊരു ദൃശ്യാണ്! ഈ പട്ടുടെ മുഖം കാണാൻ കട്ടൂരെ പോലെ തന്നെ ഉണ്ടല്ലോ. ഇതെങ്ങനെ? കട്ടു, നീ എവിടെയാണ്? പട്ടുടെ മുഖം കട്ടൂനെ പോലെയായി. കട്ടു, എന്റെ സുഹൃത്തെ, നീ എവിടെ പോയി? എന്റെ മുഖം മാറിയല്ലോ. നമ്മുടെ കമ്പനിയുടെ പേര് മാറ്റേണ്ടി വരുമല്ലോ. ഗട്ടു ആൻഡ് ഗട്ടു എന്ന് വെക്കേണ്ടി വരും, കാരണം പട്ടു പോയല്ലോ. ഗട്ടു, എന്റെ സുഹൃത്തെ, നീ എവിടെ പോയി കിടക്കുക? പെട്ടെന്ന് വാ ഗട്ടു. എന്തിട്ടത്? അത് ശരി, അപ്പൊ നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? നീ പട്ടുനെ തന്നെ പറ്റിച്ചിടാ. ഗുഡ് ഗുഡ്, നന്നായിട്ടുണ്ട്. സത്യം പറഞ്ഞ ഞാൻ അതിശയിച്ചു പോയിടാ. ഞാൻ വിചാരിച്ചു എന്റെ ഫേസ് ശരിക്കും നിന്റെ ഫേസ് പോലെ തന്നെ ആയെന്ന്. ശരി, വാ, രണ്ട് കണ്ണാടി നേരെ എടുത്ത് വെച്ചേ. ആരാവരെ? ഇവരൊക്കെ ആരാണ്? ഈ അർദ്ധരാത്രിയിൽ ഇവരോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചിരിച്ചുകൊണ്ടേയിരിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ചിരിച്ചുകൊണ്ടേയിരിക്കൂ. സന്തോഷമായിരിക്കുന്നവരെ ആർക്കും ചിരിപ്പിക്കാൻ കഴിയും, പക്ഷേ ദുഃഖിച്ചിരിക്കുന്ന മനുഷ്യനെ ചിരിപ്പിക്കുന്നവനെയാണ് ജോക്കർ എന്ന് പറയുന്നത്. ജീവിതത്തിൽ വിഷമിച്ചിരിക്കുന്ന നിങ്ങളെ ചിരിപ്പിക്കുവാനായി വന്നവനാണ് ഞാൻ. പക്ഷേ എനിക്കിവിടെ വിഷമമൊന്നുമില്ലല്ലോ. ഇല്ലെന്നോ? എന്നാൽ നിങ്ങൾ വിഷമിക്കാൻ പോവുകയാണ്. ശാന്തിലാലിന്റെ ജ്വല്ലറി ഷോപ്പ് മോഷ്ടിച്ച പിന്നെ നിങ്ങളുടെ ജോലി പോകും. അതിനുശേഷം നിങ്ങൾ വിഷമിക്കാൻ തുടങ്ങും. എന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ വിഷമം വരുമ്പോഴും ചിരിക്കണമെന്നാണ്. അവിടെ നിൽക്ക, അതൊന്നും എടുക്കരുത്, അതൊന്നും എടുക്കണ്ട. അതൊന്നും എടുത്തുകൊണ്ട് പോകണ്ട. അതോ കേട്ടോ, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ശാന്തിലാൽ ജ്വല്ലറി ഷോപ്പിൽ സ്വർണം മോഷണം പോയി. അല്ല, നിങ്ങൾ എന്താ ഈ പറയുന്നത്? മോഷണം ഉണ്ടായിട്ട് നിങ്ങൾ കിടന്ന് ചിരിക്കുന്നോ? സന്തോഷം വരുമ്പോ എല്ലാവരും ചിരിക്കാറുണ്ട്, പക്ഷെ ആരാണോ സങ്കടം വരുമ്പോ ചിരിക്കുന്നത് അവരാണ് യഥാർത്ഥ മനുഷ്യൻ. പട്ടു, ജീപ്പ് എടുക്ക്.
ശാന്തിലാൽ ജുവലേഴ്സിൽ മോഷണം നടന്നു എന്ന്. അല്ലല്ലല്ല, നിക്ക് 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 ബട്ടു, ഞാൻ കേറിയില്ല. ബട്ടു, ഓഹോ, ബട്ടു, ഹായ് സാർ, ഹലോ. ശരി, നിങ്ങളുടെ ഫ്രണ്ട് ഗട്ടുൻ എവിടെങ്കിലും വെച്ച് കണ്ടായിരുന്നോ? അവൻ എന്റെ ജീപ്പിന്റെ പുറകിൽ വേഗത്തിൽ ഓടി വരുന്നു. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അവനെ ആളെ കാണുന്നില്ലെന്നേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഏതെങ്കിലും ഡ്രെയിനേജിൽ എങ്ങനെ വീണാണോ അല്ലെങ്കിൽ പറന്നു പോയി കാണോ? നിങ്ങൾക്ക് വല്ലതും അറിയോ സാറേ? ഏ ഗട്ടു, എന്ത് പറ്റി? നിന്റെ അവസ്ഥ ഇങ്ങനെ ആയി പോയല്ലോ. ഗട്ടു, എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് വേണ്ടി നീ വെയിറ്റ് ചെയ്തില്ലല്ലേ? ഇനി ഇപ്പൊ വെയിറ്റ് ചെയ്യ്, ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം. ദയവായി എന്നോട് ക്ഷമിക്കണം സാറേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ജോക്കറിന്റെ ഡ്രസ് ഇട്ടിട്ട് കുറച്ചു പേർ ഇവിടെ വന്നിരുന്നു. ഞങ്ങളുടെ മേലെ ഗ്യാസിന്റെ സ്പ്രേയും അടിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ഭയങ്കര ചിരി വന്നു. അത് ഞങ്ങൾക്ക് അടക്കാൻ പോലും കഴിഞ്ഞില്ല സാറേ. ഞങ്ങളുടെ കൺമുന്നിൽ തന്നെയാണ് അവർ മോഷണം നടത്തിക്കൊണ്ട് പോയത്. ലാഫിംഗ് ഗ്യാസ്. അനങ്ങിപ്പോകരുത്. ആരെങ്കിലും ഇവിടെയുള്ള എന്തിലെങ്കിലും തൊട്ടാൽ വെറുതെ വിടില്ല ഞാൻ. നിയമത്തിന്റെ കൈകൾക്ക് നീളം കൂടുതലാണ്, കേട്ടോ? കേൾക്കൂ ചമക് സിംഗ്, ഇവിടെ വലിയൊരു മോഷണം തന്നെ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കള്ളന്മാർ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. അവരെ ഈ ഇൻസ്പെക്ടർ മൻമാണി ഉണ്ടല്ലോ, ഇപ്പോൾ തന്നെ പിടിക്കുന്നതായിരിക്കും. മര്യാദക്ക് പറഞ്ഞോ, മോഷ്ടിച്ച സാധനങ്ങളൊക്കെ എവിടെയാണുള്ളത്? പറഞ്ഞില്ലെങ്കിൽ ഇടിച്ച് ഷേപ്പ് മാറ്റും ഞാൻ, കേട്ടല്ലോ? അങ്ങനൊന്നും ഇല്ല സർ, ഞങ്ങള് നിങ്ങളെ വിളിക്കാൻ പോവായിരുന്നു. പെർഫ്യൂം, ഓഹോ, ഇതുകൊണ്ടായിരിക്കും എല്ലാ സ്ഥലത്തും പോയി മോഷ്ടിക്കുന്നത് അല്ലേ? ഇതിന്റെ മണം നന്നായിട്ടുണ്ട്, പക്ഷെ നിനക്ക് സമയം ശരിയല്ലല്ലോ. എടാ, ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട, കാരണം നിയമത്തിന്റെ കൈ. ചമക് സിംഗ്, സാറേ, എനിക്ക് ശരി അടക്കാൻ പറ്റുന്നില്ല സാറേ. സാറേ എഴുന്നേക്ക്, ശരി അടക്കാൻ പറ്റുന്നില്ല. ചേട്ടാ, ആ ജോക്കർ എങ്ങോട്ടാണ് പോയത്? ഏത് തരത്തിലുള്ള വണ്ടിയിലാ വന്നത്? അവര് തീർച്ചയായും ഇപ്പൊ ഈ സിറ്റി വിട്ട് പോയിട്ടുണ്ടാവും സാറേ. ബട്ടു വരൂ, അയാളെ നാട് വിടുന്നതിന് മുമ്പേ പിടിക്കണം. നിർത്ത്, അങ്ങനെ മോഷ്ടിച്ചിട്ട് കടന്നു കളയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതാരാണ്? പോലീസുകാരെ പോലെ തോന്നുന്നില്ലല്ലോ. ഈ സുഹൃത്തുക്കൾക്ക് ഒരു ഗിഫ്റ്റ് നൽകൂ. ഇന്നാ പിടിച്ചോ, ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റാ. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ മേലെ കൈ വെക്കൂ. ഗട്ടു, ഇത് കണ്ടില്ലേ? ഈ കുരങ്ങിന്റെ ബൊമ്മ എത്ര നന്നായിട്ടുണ്ട്, വളരെ ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ? താങ്ക് യു ഫോർ ദി ഡോൾ. നമ്മൾ ഒരു റൂമർ അങ്ങ് പരത്തുന്നു. നമ്മുടെ നാട്ടിലെ മഹാറാണിയുടെ നെക്ലസ് 100 കോടി വില മതിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ആ ജോക്കർ തീർച്ചയായിട്ടും അത് മോഷ്ടിക്കാൻ വേണ്ടി വരും.
അത് പൊളിയാട്ടാ. അതിനു മുമ്പേ നമ്മുടെ പ്രൊഫസർ അടുത്ത് പറഞ്ഞിട്ട് ലോഫിംഗ് ഗ്യാസിന് ഏതെങ്കിലും മാറ്റുമരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറയണം, അല്ലെങ്കിൽ ശരിയാവില്ല. നീ പറയുന്നത് ശരിയാണ് ബട്ടു. നമുക്ക് പ്രൊഫസറിനോട് പോയി ചോദിക്കാം ഇതിന്റെ പരിഹാരം എന്താണെന്ന്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, എങ്ങനെയുണ്ട് എന്റെ ആവിഷ്കാർ? എന്റെ ഷോർട്ട് കട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഇത് ചെന്ന് നിങ്ങൾ ആരോടും പറഞ്ഞേക്കല്ലേ കേട്ടോ. ടിങ് ടോങ് അടുത്തില്ലല്ലോ, ഇല്ലെങ്കിൽ എല്ലാവരും ഇന്നേരം അറിഞ്ഞിരുന്നേനെ. അവനോട് ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. പ്രൊഫസർ, നിങ്ങൾ ആ ലാഫിംഗ് ഗ്യാസ് മോഷണത്തിനെ കുറിച്ച് കേട്ടായിരുന്നോ? അതെ അതെ, ഗ്യാസ് ഗ്യാസ്. എന്താ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ സ്മെല്ല് അടിക്കുന്നില്ല? എന്തിട്ടത്? വാഷിംഗ് മെഷീനിലെ ഭക്ഷണോ? വാഷിംഗ് മെഷീനിലെ ഭക്ഷണോ? അത് വാഷിംഗ് മെഷീൻ അല്ല, അതെന്റെ മൈക്രോ ഓവനാണ്. എന്റെ ഭക്ഷണം ചൂടാക്കുന്ന സാധനം. എന്റെ ബട്ട്, നീ എന്താണ് ചെയ്യുന്നത്? അതെന്റെ കോഫി ടേപ്പാണ്. അതിലൂടെ ചൂടുള്ള കോഫി മാത്രമല്ലേ വരൂ. ബട്ടു, ഒരു സ്ഥലത്ത് അടങ്ങി ഒന്ന് നിൽക്കാവോ? പ്രൊഫസർ സാറേ, വെള്ളം എവിടെയാ ഉള്ളത്? ഒന്ന് കാണിച്ചതാ. ഇപ്പൊ കൊണ്ടുവരാം. ഇന്നോ? ബട്ടു, എന്റെ വീട്ടിൽ എന്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അതൊക്കെ ഇല്ലാത്തതാണ്. ഇവിടെ എന്തൊക്കെ ഇല്ലയോ അതൊക്കെ ഉണ്ട് താനും. മനസ്സിലായോ നിങ്ങൾക്ക്? സോ ബി കെയർഫുൾ. പ്രൊഫസർ സാറേ, ആ ലാഫിംഗ് ഗ്യാസ് മോഷണത്തിനെ കുറിച്ച് കേട്ട് കാണുമല്ലോ. ആ ഗ്യാസിൽ നിന്നും രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞതാ. ലാഫിംഗ് ഗ്യാസ് തടയാൻ ഒരു മാസ്ക് ഉണ്ട്. ഈ മാസ്ക് നിങ്ങൾ ധരിച്ചോളൂ. ഈ മാസ്ക് ധരിച്ചിട്ട് മറ്റുള്ളവരുടെ മുഖത്ത് നിങ്ങൾ സ്പ്രേ ചെയ്താൽ മതി. എന്നിട്ട് അവരുടെ മുഖത്ത് ഈ ക്രൈയിങ് ഗ്യാസ് നിങ്ങൾ സ്പ്രേ ചെയ്തിട്ട് അവര് നല്ലപോലെ കരയിപ്പിക്കണം. താങ്ക് യു പ്രൊഫസർ സാറേ. ഇനി കണ്ടോളൂ, ആ ജോക്കറിന്റെ മുമ്പിൽ വരട്ടെ. ഞാൻ ഈ ക്രൈയിങ് ഗ്യാസ് അവന്റെ മുഖത്തേക്ക് പൂശിട്ട് അവനെ ഞാൻ കരയിപ്പിക്കും. എന്നിട്ട് അവനുണ്ടല്ലോ എന്ത് ചിരിക്കുന്നത് ഞാൻ നിർത്തി നിങ്ങളെ സഹായിക്കാമെന്ന് വെച്ച് ഈ ക്രൈയിങ് ഗ്യാസ് അതെന്റെ മുഖത്ത് തന്നെ അടിച്ചു കളഞ്ഞല്ലോ. കട്ടു ബട്ടു. എവിടേക്കാ പോയി സാബ്ജി? എഴുന്നേൽക്കൂ, എന്നിട്ട് പറ ഗട്ടുപട്ടു എവിടെയാണ്? ഞാൻ അവരെ പിടിക്കാൻ വേണ്ടി വന്നതാണ്, മനസ്സിലായോ? അവര് ഫ്രിഡ്ജിലേക്ക് പോയി സാറേ, പിന്നൊന്നും കാണുന്നില്ല. മേലേക്ക് പോയി എന്നാ തോന്നുന്നു സാറേ. സത്യമാണ് സാറേ. നീ ആരാണ്? സാറേ, ഞാൻ ബട്ടുവാണ്. ബട്ടുവിന്റെ ഫ്രണ്ട് മരിച്ചതിന് ശേഷം തിരിച്ചു വന്നതാണ്. ഞങ്ങൾ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ഞങ്ങള് കള്ളന്മാരാണെന്ന് നിങ്ങൾ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണക്ക് ഇപ്പൊ തന്നെ തീർക്കാമല്ലോ. വേണ്ട വേണ്ട, നിങ്ങളുടെ കണക്കൊന്നും ഇവിടെ തീർക്കല്ലേ. എനിക്കിപ്പോ എന്റെ കണക്കൊന്നും തീർക്കണ്ടായേ. എനിക്ക് തീർക്കണ്ടായേ. കേട്ടു, ഇവനാണ് ആ മനുഷ്യൻ. ഇവൻ എപ്പോഴും നമ്മളെ കള്ളൻ എന്നാണ് വിളിക്കാറ്. ഇവന് സൈലന്റ് ആയിട്ട് നമുക്ക് മേലെ കൊണ്ടുപോവാം.
എന്നിട്ട് ആർക്കും അറിയാതെ ഇവന്റെ കണക്ക് നമുക്ക് തീർത്ത് കളയാം. ഇവരോട് പറയൂ, ഒന്ന് വേഗം പറ, ഞാനൊരു നല്ല മനുഷ്യനാണെന്ന്. ഞങ്ങൾ പറയുന്നത് കേൾക്കൂ. നിങ്ങളൊരു റൂമർ പരത്തേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മഹാറാണി അവരുടെ നെക്ലസ് കോടികൾ വിലമതിക്കുന്നതാണെന്ന്. അപ്പോൾ യഥാർത്ഥ കള്ളൻ അവിടെ വരും. നിങ്ങൾക്ക് അവനെ പിടിക്കാനും കഴിയും. അതിനുശേഷം ഞങ്ങൾ നിങ്ങളെ ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. എന്റെ മക്കളെ, നിങ്ങൾ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ കേൾക്കാം, പക്ഷെ എന്നെ മുകളിലേക്ക് വിളിച്ചോണ്ട് പോവല്ലേ. ചമ്മച്ചി, ഓടിക്കോ. എന്റെ അമ്മോ, കോളടിച്ചു. ആ, റിസ്ക് എടുക്കുന്നതൊക്കെ നമ്മുടെ സ്ഥിരം ജോലിയല്ലേ. വാ, നമുക്ക് പണി വന്നു. ആ, സന്തോഷമുള്ള മനുഷ്യനെ ആർക്ക് വേണമെങ്കിലും ചിരിപ്പിക്കാം. എന്നാൽ ദുഃഖിതനെ ചിരിപ്പിക്കുന്നവനെയാണ് ജോക്കർ എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, ജൂമർപൂർ മഹാറാണിക്ക് നമ്മുടെ ഷോ കാണിക്കാൻ എല്ലാവരും തയ്യാറാകൂ. ഓക്കേ? നിങ്ങൾ എല്ലാവരും വേഗം ഭക്ഷണം എടുത്തു വെക്കൂ. ഇത് അവസാനത്തെ പ്രോഗ്രാമാണ്, ശ്രദ്ധിച്ചിരിക്കണം. എല്ലാവരും ഇപ്പൊ തന്നെ ഭക്ഷണം കഴിക്കാൻ വന്നേക്കും. എന്താ കേട്ടു, നീ ആ ജോക്കർ കണ്ടില്ലേ? പട്ടുയുടെ 6th സെൻസിൽ പറയുന്നു എന്തോ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ. പ്രശ്നം അത് ഇവന്മാർ കൊണ്ടാണ്. ആ, പെട്ടെന്ന് മാസ്ക് ഇട്ട് വാ. അവര് ലാഫിംഗ് ഗ്യാസ് നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ക്രൈം ഗ്യാസ് എടുത്ത് അടിക്കും. സാറേ, സ്റ്റേജില് ജോക്കേഴ്സ് നിൽക്കുന്ന കണ്ടില്ലേ? അവരായിരിക്കും മോഷ്ടിക്കാൻ വന്നത്. മിണ്ടാതിരിക്ക് ചമ്മക് സിംഗ്. അവിടെയല്ല നീ പറഞ്ഞ കള്ളൻ, അവൻ ഇവിടെയാണ്. വരൂ, വേഗം വരാൻ. നിയമത്തിന്റെ കൈകൾ വളരെ നീളമുള്ളതാണ്. എന്റെ പൊന്നുമക്കളെ, യു ആർ അണ്ടർ അറസ്റ്റ്. വീണ്ടും നിങ്ങൾ ഇവിടെ എങ്ങനെ വന്നു? എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഓ മന്മാനി സാറേ, ഞങ്ങൾ വെറുതെ നിങ്ങളെ പറ്റിക്കാൻ നോക്കിയതാണ്. ഞങ്ങൾ കള്ളന്മാരല്ല, ജോക്കേഴ്സ് ആണ്. ദേ അവിടെ കണ്ടില്ലേ? ചിരിച്ചുകൊണ്ടേയിരിക്കൂ, ചിരിച്ചുകൊണ്ടേയിരിക്കൂ, സന്തോഷത്തോടെ ജീവിക്കൂ. ഓ, എന്റെ ആഭരണം മോഷ്ടിച്ചിരിക്കുന്നു. കേട്ടു, എന്റെ 6th സെൻസ് പറയുന്നു ഇവിടെ എന്തുട്ടോ പ്രശ്നം വരാൻ പോകുന്നത്. നമ്മൾ സൂക്ഷിച്ചിരിക്കണം. നീ ചിരിക്കുന്നത് നിർത്തന്നേ. ചിരിക്കുന്നത് നിർത്താൻ. ചിരിക്കുന്നത് നിർത്തിയിട്ട് ആ കള്ളന്മാരെ പോയി പിടിക്കേ. വേദനിക്കുന്നല്ലോ. ഞാൻ വെറുതെ വിടില്ല. ആ, വരൂ വരൂ. നല്ല ടേസ്റ്റ് ആണല്ലോ. എന്താ, നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യൂ, ആർക്കൊക്കെ രസമുള്ള കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വന്ന് ലൈനിൽ നിൽക്ക്, ഞാൻ വിതരണം ചെയ്യാം. പെട്ടെന്ന് വന്നില്ലെങ്കിൽ തീർന്നു കേട്ടോ. വയറ് നിറച്ച് കഴിച്ചോ. നമുക്ക് ഇന്നത്തെ ദിവസം മൊത്തം ഫൈറ്റ് ചെയ്യാം. നമ്മളിവിടെ രസഗുല്ല കഴിക്കാൻ വന്നതല്ല, ഫൈറ്റ് ചെയ്യാൻ വന്നതാണ്. കമോൺ, എല്ലാവരും ആക്ഷൻ ഹീറോയായി മാറോ. Out.
ഇനി കരഞ്ഞോണ്ട് ഫൈറ്റ് ചെയ്തോ. മഹാറാണിയുടെ നെക്ലസിംഗ് താ പറഞ്ഞത് കേട്ടില്ലേ തരാൻ. താങ്ക് യു ഗട്ടുബട്ടു, താങ്ക് യു വെരി മച്ച്. സോറി നിയമത്തിന്റെ ജയില് വളരെ വലുതാണ്. അവിടെ ഇരുന്നോണ്ട് ഇതുപോലെ വാവളിച്ച് കരയോ?